voice of marketing, in touch with positive people. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ഇല്ലാതെ മുന്നോട്ട് യാത്ര ചെയ്യാൻ സാധിക്കില്ല. പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. ഇന്ന് റീറ്റെയിൽ ഷോപ്പുകാർ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഒന്നും കിട്ടാനില്ല, ലാഭമില്ല. ഇതിങ്ങനെ കൊണ്ടുപോകുന്നു എന്നേ ഉള്ളൂ, വലിയ ലാഭം ഉണ്ടായിട്ടൊന്നുമല്ല. ഈ ഒരു സംസാരം, ഈ ഒരു പ്രകൃതം എത്ര വലിയ ചെയറിലിരിക്കുന്നവരും ചെറിയ ചെയറിലിരിക്കുന്നവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു റിയാലിറ്റിയാണ്. എന്താണ് ഇതിൻ്റെ പരമാർത്ഥം? അതിൻ്റെ ഉൾപേജുകളിലേക്ക് നമുക്കിന്ന് കടന്നാലോ? ഇതിന് റിയാലിറ്റി ഉണ്ടോ? ഒരു കാര്യം നമുക്ക് ഉറപ്പോടെ പറയാം. ഒരു ബിസിനസ് നടത്തുമ്പോൾ മസ്റ്റായിട്ടും അതിൽ ലാഭം ഉണ്ടായിരിക്കണം. ശരിയാണോ? അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ പൈസ വാങ്ങിക്കാൻ കഴിഞ്ഞിരിക്കണം. ക്യാഷിനായിരിക്കണം അത് വിൽക്കേണ്ടത്. അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് നമ്മുടെ പൈസ ക്യാഷ് വന്നിരിക്കണം. അടിസ്ഥാനപരമായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ വളരെ റിയാലിറ്റികളാണ്. ഒരു റീറ്റെയിൽ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വളരെയധികം ഉത്തരവാദിത്വം ആ റീറ്റെയിൽ ഷോപ്പുകാരൻ കാണിച്ചിരിക്കണം. ലാഭമുണ്ടോ? ഞാൻ എടുത്ത് വിൽക്കുന്ന പ്രോഡക്റ്റുകളിൽ ലാഭമുണ്ടോ? ഏത് ട്രേഡിംഗ് ആയാലും സർവീസ് ഇൻഡസ്ട്രി ആയാലും അത് ലാഭം ഉണ്ടായിരിക്കണം. സേവനം എന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ഒരു റീറ്റെയിൽ ഷോപ്പുകാരനും റീറ്റെയിൽ ഷോപ്പ് നടത്തുന്നില്ല. ഇന്ന് എങ്ങനെ നടത്താൻ പറ്റും? അദ്ദേഹത്തിന് എന്തെല്ലാം ആ റീറ്റെയിലുകാരൻ, ആ ഷോപ്പുകാരൻ, ആ സ്റ്റോഴ്സ് നടത്തുന്ന വ്യക്തി എന്തെല്ലാം പ്രശ്നങ്ങളെ ഫേസ് ചെയ്യണം? അതുപോലെ റെന്റ്, മിക്ക റീറ്റെയിൽ ഷോപ്പുകളും റെന്റിൽ തന്നെ പോകുന്നത്. റെന്റ് മാസം കൊടുക്കണം. സ്റ്റാഫുകൾ എത്രയുണ്ട്, അവർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കണം. പിന്നെ അതർ എക്സ്പെൻസ് വരും. പിന്നെ അയാൾക്ക് ജീവിക്കാനുള്ള പൈസ അതിൽ നിന്നും തന്നെ കണ്ടെത്തണം. ഈ ഒരു സാഹചര്യത്തിൽ പ്രോഫിറ്റ് ഇല്ലാതെ, അതുപോലെ തന്നെ വിൽക്കുന്ന പ്രോഡക്റ്റിൻ്റെ പൈസ വാങ്ങിക്കാതെ ഈ ബിസിനസ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോകരുത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ വന്നാൽ അപ്പോൾ ഷട്ടർ ഇട്ടോളണം, അപ്പോൾ നിർത്തിക്കൊള്ളണം. അല്ലാതെ മുന്നോട്ട് പോയാൽ സ്വന്തം കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്ന റീറ്റെയിൽ ഷോപ്പുകാർ ഉണ്ട്. ഈ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രോഡക്റ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ അതിന് മാർജിൻ ഉണ്ടായിരിക്കണം. ഒരു പ്രോഡക്റ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്യാഷ് മേടിക്കാൻ കഴിഞ്ഞിരിക്കണം. ഇത് ഒരു റീറ്റെയിൽ ഷോപ്പിൻ്റെ, റീറ്റെയിൽ ബിസിനസ്സിൻ്റെ, ഏത് ബിസിനസ്സിൻ്റെയും അടിസ്ഥാനമായ തിയറിയാണ്. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിൽ, കേരള മാർക്കറ്റിൽ ഉള്ള റീറ്റെയിൽ ശൃംഖലയുടെ ഏറ്റവും വലിയ പ്രശ്നം, അടിസ്ഥാനപരമായിട്ട് വളരെ പഴമയിൽ റീറ്റെയിൽ ബിസിനസ് ചെയ്യുന്നവർ വളരെ നന്നായിട്ട് തന്നെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നു. ഇതിൻ്റെ സംഭവിക്കുന്ന ഇഷ്യൂ എന്താണ്? ഈ റീറ്റെയിൽ ബിസിനസ്സിനെ കുറിച്ചോ അതിൻ്റെ ഫണ്ട് റൈസിങ്ങിനെ കുറിച്ചോ ആധികാരികമായി ഒരു ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാതെ, വിൽക്കുന്ന പ്രോഡക്റ്റുകളെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാതെ, കസ്റ്റമറെ കുറിച്ച് പഠിക്കാതെ ഈ രംഗത്തേക്ക് എല്ലാവരും കയറി വരികയാണ്. റീറ്റെയിൽ ബിസിനസ്സിൽ കയറി വന്ന് അവർ എന്താണ് ചെയ്യുന്നത്? 100 കമ്പനിക്കാർ വരും. അതിൽ 10 കമ്പനി അവർ സെലക്ട് ചെയ്യും. അവർ വലിയ ഓഫറുകൾ നൽകും. വളരെയധികം ബിഗ്ഗസ്റ്റ് ക്വാണ്ടിറ്റി, വിറ്റ് പോകാത്തതും ഫാസ്റ്റ് മൂവ്മെന്റ് ഇല്ലാത്തതുമായ വളരെ ഐറ്റം ഈ കമ്പനിക്കാരോ ഈ ഡിസ്ട്രിബ്യൂട്ടറോ ചേർന്ന് വല്ല പുറം രാജ്യങ്ങളിൽ നിന്നും, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇവിടെ സെറ്റിൽ ആവാൻ വേണ്ടി അവിടെ വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയ ഫണ്ട് 50 1 CR ഒക്കെ ഒരു റീറ്റെയിൽ ഷോപ്പ് വാടകയ്ക്കെടുത്ത് അവരുടെ എസ്റ്റിമേഷനാണ്, അവരുടെ ഡ്രീമുകളാണ്, അവരുടെ സ്വപ്നങ്ങളാണ്. ഇത് കമ്പനിക്കാരൻ ഇങ്ങനെ പറയുന്നു, ഡിസ്ട്രിബ്യൂട്ടർ ഇങ്ങനെ പറയുന്നു. റീറ്റെയിൽ ബിസിനസിന്റെ പേജുകളിലേക്ക് കയറാതെ ഇത് വളരെയധികം സ്വപ്നലോകത്തിരുന്ന് ഇവർ കാണുകയും ഇതുപോലൊക്കെ ലാഭം കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ഇവർ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഇവിടെ കോമ്പറ്റീഷൻ
വളരുന്നു എന്നുള്ള പ്രശ്നമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കോമ്പറ്റീഷൻ, തൊട്ടടുത്തുള്ള ഒരു പുതിയ ഷോപ്പുകാരൻ ഇതുപോലെ സ്റ്റഡി ചെയ്യാതെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്ന കസ്റ്റമറെ പഠിക്കാതെ, വരുന്ന ക്ലയൻറ്റിനെ കുറിച്ച് അറിയാതെ, ഡീൽ ചെയ്യുന്ന കമ്പനിക്കാരെ കുറിച്ച് അറിയാതെ, അത് ഗ്യാരണ്ടി ഉള്ള കമ്പനിയാണോ ഗ്യാരണ്ടി ഇല്ലാത്ത കമ്പനിയാണോ ഇതൊന്നും നോക്കാതെ, ഇത് ഗ്യാരണ്ടി ഉള്ള പ്രോഡക്റ്റ് ആണോ ഗ്യാരണ്ടി ഇല്ലാത്ത പ്രോഡക്റ്റ് ആണോ, നമ്മുടെ കേരളത്തിൽ നിന്നല്ലാതെ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് വൺ ടൈം പർച്ചേസ് ആണോ വൺ ടൈം സെല്ലിംഗ് ആണോ അവർ ഉദ്ദേശിക്കുന്നത്. കുറേ സ്റ്റോക്ക് വന്നു, അത് ഏതെങ്കിലും ഷോപ്പിൽ കയറ്റി വെച്ചു, പിന്നെ അവർ ആ വഴിക്ക് വരില്ല. ഇതുപോലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണോ അല്ലെങ്കിൽ ഇതുപോലുള്ള കമ്പനിക്കാരാണോ, ഇതൊന്നും സ്റ്റഡി ചെയ്യാതെ പഠിക്കാതെ ചിലപ്പോൾ 20 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇത്ര ലാഭം എന്ന് പറയുമ്പോൾ അത് എടുത്തു വയ്ക്കുകയും അതവർക്ക് പിന്നെ അത് കൊടുക്കാൻ സാധിക്കാതെ വരുന്നു, മാർക്കറ്റിലേക്ക് വിൽക്കാൻ സാധിക്കാതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ അവർ അത് ക്രെഡിറ്റിന് കൊടുക്കാൻ തയ്യാറാകുന്നു. ക്രെഡിറ്റിന് 10 ലക്ഷവും 5 ലക്ഷവും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വഴിക്ക് അവർ കൊടുക്കുന്ന സബ് ഡീലർ ആണെങ്കിലും വിൽക്കപ്പെടുന്ന ഏത് വ്യക്തിയായാലും പിന്നെ ആ വഴിക്ക് കടന്നു വരാതിരിക്കുന്നു. അതോടുകൂടി അവർ ബിസിനസ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? കോമ്പറ്റീഷൻ കൂടുന്നു. വളരെ കൃത്യമായിട്ട് മാർജിൻ എടുത്ത് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു പഴയ റീറ്റെയിൽ ഷോപ്പുകാരനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും അതോടുകൂടി താഴേക്ക് പോകുന്നു. കാരണം കുറച്ച് ആൾക്കാർ ഇവിടെ വന്ന് ക്രെഡിറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരുണ്ടാവാം. അവിടെ വന്നാൽ വളരെ ക്യാഷ് കുറവാണ്, ഓരോ ബ്രാൻഡായിരിക്കും വിൽക്കുന്നത്. പഴയ ഓൾഡ് ഷോപ്പുകാരൻ അത് ബിസിനസ് അറിയാവുന്ന വ്യക്തി ചിലപ്പോൾ അത് 50 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഈ പുതിയ ആള് അറിയില്ലാത്ത വ്യക്തിയാണെങ്കിൽ, അറിയുന്നവർ നല്ല ആൾക്കാരുണ്ട്, അറിയില്ലാത്ത വ്യക്തികളുടെ മാത്രം കാര്യമാണ് പറയുന്നത്, അവർ ചിലപ്പം അത് 30 രൂപയ്ക്ക് വിൽക്കും. അത് പിന്നെ മാർക്കറ്റിൽ വിൽക്കപ്പെടാൻ പറ്റാതെ വരുന്നു. ചിലപ്പോൾ എന്തുകൊണ്ടാണ് ഈ ന്യൂ ഷോപ്പുകാരൻ പുതുതായിട്ടൊരു ഷോപ്പ് ചെയ്തപ്പോൾ ഈ കമ്പനി ഇത്രമാത്രം ഇദ്ദേഹത്തിന് കൊടുത്തത്, ഈ പുതിയ ഷോപ്പുകാരൻ ഇത്രയും സ്റ്റോക്ക് കൊടുക്കാൻ പഴയ ഓൾഡ് ഷോപ്പ് നിർത്തിക്കൊണ്ട് ഈ പഴയ ഷോപ്പുകാരൻ ഇത്രമാത്രം സ്റ്റോക്ക് കൊടുക്കാനുണ്ടായ കാരണം എന്താണ്? ഒരു ബൾക്ക് പർച്ചേസ് വന്നു. കമ്പനിയെ സംബന്ധിച്ചോളം, ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചോളം എപ്പോഴും അവർ ഫോക്കസ് ചെയ്യുന്നത് അവർക്ക് കൂടുതൽ സെയിൽ വോളിയം സൃഷ്ടിക്കാൻ പറ്റുന്ന ഡീലർ ആരാണ്, ആ തരത്തിൽപ്പെടുന്ന ഡിസ്ട്രിബ്യൂട്ടർ ആരാണ്, അത് മാത്രമേ കാണുന്നുള്ളൂ. അതല്ല, ഒരു കൺസിസ്റ്റൻസിയാണ് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഡീലർ നോക്കേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ ഒരു ഡീലറെ നശിപ്പിച്ചിട്ട് പോവുകയാണ് അവർ ചെയ്യുന്നത്. ഈ ഓൾഡ് ഡീലർ വളരെ നന്നായിട്ട് കച്ചവടം നടത്തിക്കൊണ്ട് പോകുന്നവരായിരിക്കും. ബിസിനസ്സിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലാതെ, ഹരിശ്രീ അറിയില്ലാത്തവർ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും കണ്ടമാനം ക്രെഡിറ്റ് കൊടുക്കുകയും മാർജിൻ എടുക്കാതെ വിൽക്കുകയും ചെയ്യുമ്പോൾ ഉള്ള റീറ്റെയിലറുടെ ബിസിനസ് പോവുകയും ആ ഏരിയ തന്നെ ആ പ്രോഡക്റ്റിന് ഒരു വാല്യൂ ഇല്ലാതെ അത് നശിച്ചു പോവുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് വരാതിരിക്കണമെങ്കിൽ ഏത് ബിസിനസ്സായാലും ഒരു റീറ്റെയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിനിമം വിൽക്കപ്പെടുന്ന പ്രോഡക്റ്റ് എന്താണ്, അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുക. ആ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റിൻ്റെ കസ്റ്റമർ, കൺസ്യൂമർ ആരാണ്, അവരെക്കുറിച്ച് സ്റ്റഡി ചെയ്യുക. അത് പർച്ചേസ് ചെയ്യാൻ വരുന്നവർ ആരാണ്, കൺസ്യൂമർ ആരാണ്, കൺസ്യൂമറിനൊപ്പം വരുന്നവർ കോൺട്രാക്ടേഴ്സ് ആണോ, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ആണോ, അല്ലെങ്കിൽ അതിൻ്റെ മേജർ വർക്ക് എടുത്ത് നടത്തുന്ന എൻജിനീയേഴ്സ് ആണോ, ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ച് ഇവർ ക്രെഡിറ്റിനാണോ കൊണ്ടുപോകുന്നത് അതോ റെഡി ക്യാഷിനാണോ, ഇത് സ്റ്റഡി ചെയ്യുക. ഇത് സ്റ്റഡി ചെയ്യാതെ പ്രോഡക്റ്റ് എല്ലാം എടുത്ത് കൊടുക്കുകയും അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ മാർക്കറ്റിൽ മൊത്തം പ്രശ്നം വരികയും ഓൾറെഡി നന്നായിട്ട് ചെയ്യുന്ന ആ ഡീലർക്ക് പോലും ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരുന്നു, ആകെ പ്രതിസന്ധിയിലാകുന്നു. ഇതുപോലെ വളരെ കൂണും മുളച്ച് വരുന്നത് പോലെ അവിടങ്ങളിലായിട്ട് റീറ്റെയിൽ ഷോപ്പ് കുറേ ഫണ്ട് കൊണ്ടുവന്ന് സ്റ്റാർട്ട് ചെയ്യും. കൺസിസ്റ്റൻസ് ആയിട്ട് റീറ്റെയിൽ ഷോപ്പ് മാനേജ് ചെയ്യാൻ സാധിക്കാതെ വരികയും അവർ നിർത്തിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ പുതിയ റീറ്റെയിലേഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പഴയ ആളുകൾക്ക് ഉറപ്പായിട്ട് ഈ ബിസിനസ്സിനെ കുറിച്ചിട്ട് അറിയാം. ഈ ചാനൽ തന്നെ പുതിയതായിട്ട് റീറ്റെയിൽ ബിസിനസ് വരുന്നവർക്ക് വേണ്ടി ഫോക്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പുതിയ റീറ്റെയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർ ഉറപ്പായിട്ടും ഡെഫിനറ്റ് ആയിട്ടും ഓർത്ത് വയ്ക്കണം, റെഡി പേയ്മെൻറ്റിന് മാത്രം ഡീൽ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ക്യാഷ് റെഡി, പ്രോഡക്റ്റ് വിറ്റാൽ പൈസ വന്നിരിക്കണം അക്കൗണ്ടിലേക്ക്, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കണം. അല്ലാത്ത ഒരു ബിസിനസ്സിലേക്ക്
ഒരു ഡീലിങ്ങിലേക്ക് ഇറങ്ങി തിരിക്കരുത്. നിങ്ങളുടെ കയ്യിലുള്ള പൈസ ഫണ്ട് നഷ്ടമാകും. ഒരു കാരണവശാലും അത് തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നും വരില്ല. ഒപ്പം തന്നെ ഒന്നുകൂടി കൂട്ടിച്ചേർക്കാം, പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ അത് ലാഭത്തിന് വേണ്ടി മാത്രം വിൽക്കാൻ ശ്രമിക്കുക. എ എന്നുള്ള പ്രോഡക്റ്റ് കിട്ടിയ വിലയ്ക്ക് വിൽക്കുകയാണ്, ഒപ്പം വേറെ 5 പ്രോഡക്റ്റ് ഉണ്ട്, ആ പ്രോഡക്റ്റ് കുറച്ച് കൂട്ടിയിട്ട് വിൽക്കാം. അങ്ങനെയുള്ള ഒരു മനോഭാവം കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു പ്രോഡക്റ്റ്, ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണെങ്കിലും ലോക്കൽ ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആയാലും ഏത് പ്രോഡക്റ്റ് വിറ്റായാലും ഏത് പ്രോഡക്റ്റ് നിങ്ങൾ വിറ്റാലും ലാഭം എടുക്കാതെ അത് വിൽക്കരുത് എന്ന ദൃഷ്ടാന്തത്തിൽ, എന്ന അടിയുറച്ച ആ ഒരു തിയറിയിൽ നിന്നാൽ മാത്രമേ റീറ്റെയിൽ ഷോപ്പ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പഴയ ഒരു 5 വർഷം മുമ്പ് അല്ലെങ്കിൽ 6 വർഷം മുമ്പ് ഒരു റീറ്റെയിലർ ഒരു പ്രോഡക്റ്റിന്, ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആയാലും ലോക്കൽ ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആയാലും എന്തുമാത്രം ലാഭം അദ്ദേഹം എടുത്തിരുന്നു, ഒരു കാരണവശാലും ഇപ്പോൾ ആ ലാഭം അയാൾക്ക് കിട്ടുന്നില്ല. കാരണം മാർക്കറ്റിന്റെ കോവിഡിന് ശേഷം മാറി വന്ന സാഹചര്യങ്ങളിൽ പല ഷോപ്പുകളും അടച്ചുപൂട്ടി പോയിട്ടുണ്ട്, നിൽക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്, കടബാധ്യത കയറി വന്നിട്ടുണ്ട്. ഈ കടബാധ്യത ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മൾ റെഡി പേയ്മെന്റ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുക, അല്ലാതെ ബിസിനസ് ചെയ്യണ്ട എന്നുള്ള ഉറച്ച തീരുമാനം എടുക്കുക. രണ്ടാമത്തെ കാര്യം, ഉറപ്പായിട്ടും മാർജിൻ ഇല്ലാതെ നിങ്ങൾ 1 രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് 1.25 രൂപയ്ക്ക് 1.5 രൂപയ്ക്കെങ്കിലും നിങ്ങൾക്ക് അത് വിൽക്കാൻ സാധിക്കണം. അല്ലാതെ 1 രൂപയ്ക്ക് വാങ്ങിച്ച് 1 രൂപയ്ക്ക് തന്നെ വിൽക്കാനിരുന്നാൽ നിങ്ങളുടെ ബിസിനസ് നാളെ പൂട്ടിപ്പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. അങ്ങനെയുള്ള ഹിസ്റ്ററികൾ, അങ്ങനെ പൂട്ടിപ്പോയവരുടെ ചരിത്രം ഇന്ന് പല ഭാഗങ്ങളിലുണ്ട്. അവർ വളരെ കടക്കണിയിലായി നിൽക്കുന്നവരുമുണ്ട്. ആ റിയാലിറ്റി ഈ റീറ്റെയിൽ ബിസിനസ്സിൽ പാലിക്കേണ്ട കാര്യമാണ്, പാലിക്കേണ്ട സത്യം തന്നെയാണ്. ഒരു കാര്യം കൂടി, നമ്മൾ പുതിയ റീറ്റെയിലേഴ്സ് ആയാലും പഴയ റീറ്റെയിലേഴ്സ് ആയാലും 2 തിയറികൾ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചു വെക്കണം. എങ്ങനെ കൂടുതൽ മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, റീറ്റെയിൽ ഷോപ്പുകാരന് എങ്ങനെ കൂടുതൽ മാർജിൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഒരു പ്രോഡക്റ്റ് 4 പ്രോഡക്റ്റായി ഒരു കമ്പനിയോ ഒരു ഡിസ്ട്രിബ്യൂട്ടറോ വരികയാണെങ്കിൽ ചാടി ഓടി ആ പ്രോഡക്റ്റ് എടുത്ത് വയ്ക്കാതിരിക്കുക. അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാകുക. ആ പ്രോഡക്റ്റിൻ്റെ ഗ്യാരണ്ടി പോളിസി എന്താണ്, അതിൻ്റെ ക്വാളിറ്റി എന്താണ്, അത് എവിടെ നിന്നും നിർമ്മിച്ചു വരുന്നു, അവരുടെ സർവീസ് എങ്ങനെയാണ്, ആ കമ്പനി ഉള്ള കമ്പനിയാണോ, ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ച ശേഷം എന്താണ് അവർ കൊടുക്കുന്ന ഓഫർ. ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഷോപ്പിലേക്ക് കയറി വന്നാൽ ആദ്യം ചോദിക്കുന്ന കാര്യമുണ്ട്, ഞാൻ പറയാതെ തന്നെ അറിയാലോ, എത്രയാണ് ഇതിൻ്റെ പ്രൈസ്. എല്ലാവർക്കും അറിയേണ്ടത് പ്രൈസാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണോ, എന്തുമാത്രം ഇനി കുറയും, അവസാനം ക്യാഷ് റീറ്റെയിൽ ഷോപ്പിന്റെ കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ ക്യാഷ് മേടിക്കുമ്പോഴും അതിൽ നിന്നും 50 രൂപയെങ്കിലും അയാൾ തിരിച്ചു തരുമോ? ഇതൊക്കെയാണ് ഒരു കൺസ്യൂമറിന്, ഒരു കസ്റ്റമറിന് അറിയേണ്ട കാര്യം. ഒരു റീറ്റെയിലർ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പൊ കമ്പനിയായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ, നന്നായിട്ട് പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യാൻ ഒരു റീറ്റെയിലർ പഠിച്ചിരിക്കണം. ഒരു 4 കമ്പനിയുടെ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ 4 പ്രോഡക്റ്റുകൾ ശരിക്കും പഠിക്കണം. അതിൻ്റെ എന്തൊക്കെ സ്കീമുകൾ അവർ കൊടുക്കുന്നുണ്ട്, എത്ര ഡിസ്കൗണ്ട് ഇപ്പോൾ കൊടുക്കുന്നു, വേറെ അഡീഷണൽ സ്കീമുകൾ എന്തൊക്കെ അവർ കൊടുക്കുന്നുണ്ട്, ആ സ്കീമിൽ പർച്ചേസ് ചെയ്യണം. ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടോ, റെഡി പേയ്മെന്റ് കൊടുത്ത് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം. ഒരു പരിധി വരെ എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല, എങ്കിൽ പോലും റെഡി പേയ്മെന്റ് സിസ്റ്റത്തിലൂടെ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഓഫറുകൾ, ക്യാഷ് ഡിസ്കൗണ്ടുകൾ കിട്ടും. അപ്പോൾ ഒരുവിധം നല്ല മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ റെഡി പേയ്മെന്റ് സിസ്റ്റത്തിൽ നിങ്ങൾ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ തയ്യാറായാൽ, നിങ്ങൾ റെഡി പേയ്മെന്റ് സിസ്റ്റത്തിൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ തയ്യാറായാൽ എന്താണ് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്താണ്? ആദ്യമായി അതിനകത്ത് വരുന്ന കാര്യം, റെഡി പേയ്മെന്റ് സിസ്റ്റത്തിൽ തന്നെ ആയിരിക്കും ഒരു പരിധി വരെ നിങ്ങൾ വിൽക്കുന്നത്. ഞാൻ കണ്ടിരിക്കുന്ന റീറ്റെയിലേഴ്സ് അതുപോലെ ചെയ്യുന്നവരാണ്. റെഡി പേയ്മെന്റിൽ 5-6 ദിവസത്തിനുള്ളിൽ റീറ്റെയിലേഴ്സ് ഒരു കമ്പനിക്കോ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്കോ പേയ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും എൻ കൺസ്യൂമറുടെ അടുത്ത്, കോൺട്രാക്ടറുടെ അടുത്ത് അവർ ഉറപ്പോടെ ഇതുപോലെ ഇരുന്ന് പറയും റെഡി പേയ്മെന്റ് സിസ്റ്റമാണ്, ക്രെഡിറ്റ് ഇവിടെ ഇല്ല. ചിലപ്പോൾ ചിരിച്ചുകൊണ്ടോ ചിലപ്പോൾ ഒന്ന് കണ്ണ് രണ്ടും ചിമ്മിക്കൊണ്ടോ സ്നേഹത്തോടെ പറയും ക്രെഡിറ്റ് ഇല്ല, റെഡി ക്യാഷ് പേയ്മെന്റിലാണ് ഇവിടെ ഡീൽ ചെയ്യുന്നുള്ളൂ. ഈ രീതിയിൽ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം സാർ പർച്ചേസ് ചെയ്താൽ മതി. എനിക്ക് അങ്ങനെയേ സാധിക്കുള്ളൂ. ഞാൻ റെഡി പേയ്മെന്റിൽ പർച്ചേസ് ചെയ്ത് ഈ പ്രോഡക്റ്റുകളൊക്കെ ഇവിടെ വച്ചിരിക്കുന്നത്. ആ രീതിയിൽ നമ്മൾ വിറ്റിട്ടുണ്ടെങ്കിൽ, ആദ്യം പറഞ്ഞ തിയറി ഒന്നുകൂടി ആവർത്തിക്കുന്നു, വിറ്റിട്ടുണ്ടെങ്കിൽ പൈസ വരണം. അതിന് നമുക്ക് ഒരു പ്രോഡക്റ്റ് എങ്ങനെ നെഗോഷ്യബിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാം, എങ്ങനെ മാർജിൻ പ്രോഫിറ്റ് കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരൊറ്റ മാർഗമേ ഉള്ളൂ. 4 പ്രോഡക്റ്റുകൾ സ്റ്റഡി നടത്തുക, അതിൽ നിന്നും മാക്സിമം പ്രൈസ് നെഗോഷ്യബിൾ ആയിട്ട് നല്ലപോലെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനികളെ സെലക്ട് ചെയ്യുക. സ്കീം ഉണ്ടെങ്കിൽ സ്കീമിൽ പർച്ചേസ് ചെയ്യുക, ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യുക. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്? ബില്ലടിച്ച് ഇൻവോയ്സ് നമ്മുടെ ഓഫീസിലേക്ക് വരുന്നു, നമ്മുടെ ഷോപ്പുകളിലേക്ക് അതിൻ്റെ ഇൻവോയ്സ് വരുന്നു. ചെക്ക് ചെയ്തിരിക്കണം അവർ, ആ ഡിസ്ട്രിബ്യൂട്ടർ ആ കമ്പനി പറഞ്ഞിരിക്കുന്ന പോലെയാണോ ബില്ലടിച്ചിരിക്കുന്നത്. ഇൻക്ലൂഡിങ് GST എന്ന് പറഞ്ഞ് ഇൻക്ലൂഡിങ് GST തന്നെയാണോ എഴുതിയിരിക്കുന്നത്, ആ ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ആ കമ്പനി പറഞ്ഞിരിക്കുന്ന പോലെയാണോ ബില്ല് ചെയ്തിരിക്കുന്നത്, ശരിക്കും ചെക്ക് ചെയ്തിരിക്കണം ബില്ല്. അതിനുശേഷം പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റി പ്രോഡക്റ്റ് വന്നിട്ടുണ്ടോ അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുശേഷം അതിൻ്റെ പ്രൈസ് എത്ര മാർജിൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മുടെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ നോക്കി മാന്യമായ ലാഭത്തിൽ തന്നെ അതിൻ്റെ പ്രൈസ് ടാഗ് തയ്യാറാക്കി കൃത്യമായിട്ട് വയ്ക്കണം. ഇത് ഫിക്സഡ് റേറ്റ് ആണ് സ്റ്റാഫിനെ അടുത്ത് പറഞ്ഞിരിക്കണം, അതിൽ കുറച്ച് വിൽക്കാൻ സാധിക്കില്ല. ഇനി എമർജൻസി എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ വരികയാണെങ്കിൽ മാത്രം അത് റീറ്റെയിലറിൻ്റെ, ആ റീറ്റെയിൽ ഷോപ്പ് നടത്തുന്ന ഓണറുടെ പെർമിഷനോട് കൂടി മാത്രം ഒരു മൈന്യൂട്ട് എന്തെങ്കിലും ഒരു ഓഫർ കൊടുക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യരുത്. നമ്മൾ അത്രമാത്രം സ്ട്രോങ് ആയി, അത്രമാത്രം നമ്മുടെ ഒരു കസ്റ്റമറോട് കുറച്ച് ഫ്ലെക്സിബിൾ ആകണം. ആ ഫ്ലെക്സിബിൾ എത്രമാത്രം ആകാം അതിൻ്റെ അതോറിറ്റി ആ റീറ്റെയിൽ ഷോപ്പിൻ്റെ ഓണർ തന്നെയായിരിക്കണം. ആ രീതിയിൽ ഒരു കസ്റ്റമറെ ഫോക്കസ് ചെയ്ത് മാർജിനിൽ വിൽക്കാൻ, ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ സാധിച്ചിരിക്കണം. അതുപോലെ പേയ്മെൻറ്റ്, റെഡി പേയ്മെൻറ്റ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്തിരിക്കണം. കമ്പനി എന്തെങ്കിലും തരത്തിലുള്ള സ്കീമുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള ക്വാണ്ടിറ്റി കൂട്ടുമ്പോൾ ഉള്ള സ്കീമുകൾ, ഓഫറുകൾ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ കമ്പനി അതോറിറ്റിയുടെ കയ്യിൽ നിന്നും ആ ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ നിന്നും അത് വാങ്ങിച്ചെടുക്കാൻ സാധിച്ചിരിക്കണം. ഈ പർച്ചേസ് നടത്തുന്നതിന് മുമ്പേ തന്നെ ഇങ്ങനെയുള്ള എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ആ എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്ത് അത് ഫയലാക്കി സൂക്ഷിച്ചിരിക്കണം. ടേബിളിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അന്നങ്ങ് പറഞ്ഞു പോയി, പിന്നെ അന്ന് പറഞ്ഞിരുന്നു ഒരു 5% തരാമെന്ന് പറഞ്ഞിരുന്നു, മൊത്തം 50 ലക്ഷം എടുക്കുമ്പോൾ അല്ലെങ്കിൽ 25 ലക്ഷം എടുക്കുമ്പോൾ ഒരു 5% ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് പറഞ്ഞിരുന്നു എൻ്റെ അടുത്തുനിന്ന്. ടെലഫോണിക്കലി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഒക്കെ റിട്ടേൺ ഡോക്യുമെൻ്റ് ആയിട്ട് അത് ഫയൽ ചെയ്ത് സീല് വെച്ചിട്ട് ഓഫീസിൽ സൂക്ഷിച്ചിരിക്കണം. ആ രീതിയിലേക്ക് പോയില്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കമ്പനി ആയാലും ഡിസ്ട്രിബ്യൂട്ടർ ആയാലും സെയിൽ വോളിയം കൂടുമ്പോൾ ഇനി ഈ ഡീലർ ഇല്ലെങ്കിൽ എന്തിനാണ് ഞങ്ങൾക്ക് വേറൊരു ഡീലറെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ പാടില്ലേ, അങ്ങനെയുള്ള ചിന്താഗതിയിലേക്കൊക്കെ എല്ലാവരും മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു കസ്റ്റമർ റാപ്പോ എന്ന് പറയുന്ന കാര്യം ഒരു ഡീലർ ആ കമ്പനിയായിട്ടും ആ ഡിസ്ട്രിബ്യൂട്ടറായിട്ടും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. നല്ലൊരു റാപ്പോ ബിൽഡപ്പ് ചെയ്ത് നമുക്ക് ബിസിനസ് ഗ്രോത്ത് ചെയ്യുന്നതിനെക്കുറിച്ച് അവരെ കൂടി മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരികയാണെങ്കിൽ, ഇങ്ങനെയുള്ള ബിസിനസ് ഗ്രോത്ത് ചെയ്യുകയാണെങ്കിൽ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ചെയ്തു തരികയാണെങ്കിൽ ഇത്രയും ബിസിനസ് ഒരു 10 ലക്ഷം കൂടുതൽ ചെയ്യാൻ എനിക്ക് സാധിക്കും. അങ്ങനെയുള്ള ഓഫറുകൾ ആ കമ്പനി അതോറിറ്റിക്കും ആ ഡിസ്ട്രിബ്യൂട്ടർക്കും ഈ റീറ്റെയിലർ മോട്ടിവേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. ആ രീതിയിലൊരു മാറ്റം അവിടെ ഉറപ്പായിട്ടും വരുത്താൻ പറ്റും. അപ്പോൾ മാർജിൻ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്നുകൂടി റീറ്റെയിൽ ഷോപ്പുകാർ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ എന്തുമാത്രം സ്കീം പറഞ്ഞാലും എന്തുമാത്രം ഓഫറുകൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാലും മാർജിൻ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിറ്റ് പോകാത്ത ഐറ്റം കൂടുതൽ പർച്ചേസ് ചെയ്ത് വയ്ക്കാതിരിക്കുക നിങ്ങളുടെ റീറ്റെയിൽ ഷോപ്പിൽ എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കി വെക്കണം. അത് വിറ്റ് പോകാനുള്ള യാതൊരു മാർഗവും നമ്മുടെ മുന്നിലില്ല. ഒരു പുതിയ റീറ്റെയിൽ ഷോപ്പുകാരൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പെട്ടുപോകുന്നത്.
ആ ലോക്കൽ ഏരിയയെക്കുറിച്ച് സ്റ്റഡി ചെയ്യാതെ അവിടെ വിറ്റുപോകാൻ സാധ്യതയുള്ള പ്രോഡക്റ്റുകൾ എന്തൊക്കെയുണ്ട് അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെ സ്റ്റഡി ചെയ്യാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഡ്വൈസുകൾ എക്സ്പീരിയൻസ് ആയ ഒരു സ്റ്റാഫ് തങ്ങൾക്കുണ്ടെങ്കിൽ അവരോട് പോലും ഡിസ്കസ് ചെയ്യാതെ ഈ മായിക വലയത്തിൽ ഇത്രയും മാർജിൻ കിട്ടും എന്ന് കേൾക്കുമ്പോഴേക്കും എടുത്ത് ചാടി ഈ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്ത് വയ്ക്കുകയും ചെയ്യും. പക്ഷെ റിട്ടേൺ പോളിസികളൊന്നും ഉണ്ടാകില്ല. ചിലപ്പോൾ ആ കമ്പനിയുടെ ഇവിടെയുള്ള കമ്പനി അല്ലെങ്കിൽ ആ കമ്പനിയുടെ അതോറിറ്റി പോലും പിന്നെ അങ്ങോട്ട് കയറി വന്നു എന്ന് വരില്ല. കേരളത്തിൽ ഇല്ലാത്ത കമ്പനിയുടെ കാര്യമാണ് പറയുന്നത്. കേരളത്തിൽ ഉള്ള കമ്പനിക്കാരെയൊക്കെ നമുക്ക് എങ്ങനെയും പോയി മീറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. കാരണം കേരളത്തിലുള്ള കമ്പനിക്കാരൊന്നും ആ രീതിയിൽ പ്രവർത്തിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും കമ്പനിക്കാരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും വിഷമമായിരിക്കും. അവർ കുറേ ബൾക്ക് ക്വാണ്ടിറ്റി എടുത്തു വെച്ചിട്ട് പിന്നെ അവരെ കാണാതിരുന്നാൽ നമുക്ക് ഭയങ്കര പ്രശ്നത്തിലാവും. അതിൻ്റെ ഗ്യാരണ്ടി പോളിസി പ്രശ്നത്തിലാവും. അതുകൊണ്ട് കേരളത്തിലുള്ള കമ്പനികളെ പ്രൊമോട്ട് ചെയ്യും. അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഒരു മനോഭാവത്തിലേക്ക് എല്ലാ റീറ്റെയിൽ ഷോപ്പുകാരും ഇറങ്ങി തിരിച്ചാൽ നന്നായിരിക്കും. ചെറിയ ഒരു ലാഭത്തിൻ്റെ പേരിൽ നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മുറ്റത്തെ പ്രോഡക്റ്റുകൾ എടുത്ത് വിറ്റ് അത് കൃത്യമായി റാപ്പോ ബിൽഡപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഗ്രോത്ത് ചെയ്യാൻ അതായിരിക്കും കൂടുതൽ ബെറ്റർ ആവുക. അങ്ങനെയാണ് നമുക്ക് ഗ്യാരണ്ടി പോളിസിയെക്കുറിച്ചും റിട്ടേൺ പോളിസിയെക്കുറിച്ചും മലയാളത്തിൽ തന്നെ സംസാരിച്ച് ഒരു സാധാരണക്കാരന് ഇടപെട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ശരിയാണോ? അതുകൊണ്ട് ഈ എപ്പിസോഡിന്റെ ചുരുക്കം, മാർജിൻ ഇല്ലാതെ റീറ്റെയിൽ ബിസിനസ് ചെയ്യരുത്. ഒരു പ്രോഡക്റ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൈസ വാങ്ങിക്കാനുള്ള കഴിവ് വിൽക്കുന്നയാൾക്ക് ഉണ്ടായിരിക്കണം. കാരണം ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ ജനമനസ്സുകളിൽ സ്ഥാനം നേടുന്നത് ആ സൊസൈറ്റിക്ക് അയാൾ നിൽക്കുന്ന ആ ഏരിയകളിൽ നല്ല പ്രോഡക്റ്റ്, ക്വാളിറ്റി പ്രോഡക്റ്റ്, റേറ്റ് നെഗോഷ്യബിളായിട്ട് കൊടുക്കുക എന്നതോടൊപ്പം തന്നെ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളെയും ആ റീറ്റെയിൽ ഷോപ്പുകാരനും ജീവിക്കുക എന്നുള്ള റിയാലിറ്റി കൂടി കൊണ്ട് ഒരു സേവനത്തിനും അപ്പുറം അയാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് തുറന്നിരിക്കുന്നത് സ്വന്തം കുടുംബത്തെ നോക്കാനും അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് ജീവിക്കാനും കൂടിയാണെന്നുള്ള റിയാലിറ്റി കൂടി മനസ്സിലാക്കി ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ മാർജിൻ കിട്ടുന്ന പ്രോഡക്റ്റുകൾ, ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ കൂടുതൽ എടുത്ത് വിൽക്കുകയും അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് അവിടെ വരുന്ന കസ്റ്റമർക്ക് കൊടുക്കുകയും ചെയ്ത് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദ ബെസ്റ്റ്.